നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം 2026 വർഷം മെയ് മാസം 14 തീയതി മുതൽ 31 തീയതി വരെയുള്ള ചിത്തിര നക്ഷത്രക്കാരുടെ ജ്യോതിഷ ഫലമാണ്. ഇന്ത്യൻ ജ്യോതിഷ പ്രകാരമുള്ള ഫലങ്ങളാണ്. ഇതില് ഫലങ്ങളെക്കാൾ ഉപരി ഈ ചിത്തിര നക്ഷത്രക്കാർ ഈ സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ ഇവരുടെ ജീവിതം കൂടുതൽ സന്തോഷകരവും സമാധാനകരവും സാമ്പത്തികപരമായിട്ട് നേട്ടങ്ങളും ഒക്കെ ഉണ്ടാക്കാമെന്ന് കൂടി നമ്മൾ പറയുന്നുണ്ട്. ഇത് ചിത്തിര നക്ഷത്രക്കാരുടെ ഒരു പൊതുവായിട്ടുള്ള ഫലമാണ്. ചിത്തിര നക്ഷത്രത്തിൽ പിറന്ന ഏതൊരു സ്ത്രീ പുരുഷനും ഈ ഫലം സ്വീകരിക്കാവുന്നതാണ്. അപ്പോൾ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ചിത്തിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഔദ്യോഗികമായിട്ട് ഉത്തരവാദിത്തം വർദ്ധിക്കുന്നതാണ്. അതായത് നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയാകട്ടെ, ബിസിനസ് ആകട്ടെ, എന്തുമാവട്ടെ, അതില് നിങ്ങൾക്കൊരു ഉത്തരവാദിത്തം എന്നുള്ളത് അത് നിങ്ങൾക്ക് ഇരട്ടിയാവുന്ന ഒരു കാര്യമായിട്ട് വരുന്നുണ്ട്. അതിനനുസരിച്ചുള്ള സാമ്പത്തിക നേട്ടവും ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഏത് മതത്തിലാണോ വിശ്വസിക്കുന്നത്, ഏത് ഈശ്വരനിലാണോ വിശ്വസിക്കുന്നത്, ആ ഈശ്വരനെയും മതത്തെയും മുറുകെ പിടിച്ച് മുന്നോട്ട് പോവുക. കാരണം ചില പ്രതികൂല സാഹചര്യങ്ങളെയൊക്കെ അതിജീവിക്കുവാനായിട്ട് ഈ പ്രാർത്ഥന നിങ്ങൾക്ക് കൂടിയേ തീരൂ. സൗമ്യമായിട്ടുള്ള ചില പ്രതികരണങ്ങളും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവേണ്ടതുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നതാണ്. പലപ്പോഴും സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഉചിതമായിട്ടുള്ള തീരുമാനം സ്വീകരിക്കുവാനായിട്ട് നിങ്ങൾ സുഹൃത്തുക്കളുടെയൊക്കെ സഹായം തേടുന്നതാണ്. അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കുകയും അതിലൂടെ നിങ്ങൾക്ക് കാര്യങ്ങൾക്കൊക്കെ ഒരു തീർപ്പ് കൽപ്പിക്കാൻ കഴിയുകയും ചെയ്യുന്നതാണ്. അന്യരുടെ കാര്യങ്ങളിൽ അനാവശ്യമായിട്ട് ഇടപെടുന്നത് മാറ്റി നിർത്തേണ്ടതാണ്. സ്വന്തം ചുമതലകൾ അന്യരെ ഏൽപ്പിക്കുന്നതും അതും തെറ്റാണ്. ഈ സമയത്ത് നിങ്ങൾ ഈ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളുടെ കാര്യങ്ങൾ മറ്റാരെ ഏൽപ്പിക്കാൻ പാടില്ല, അതുപോലെ തന്നെ അന്യരുടെ കാര്യങ്ങളിൽ ഇടപെടാനും പാടില്ല. ഇത് അബദ്ധങ്ങൾക്ക് വഴിയൊരുക്കുന്നതാണ്. ഇതിൽ നിന്നൊരു വ്യതിചലനം ഉണ്ടായാല് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് ചില പദ്ധതികളൊക്കെ സമർപ്പിക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് വിജയം കണ്ടെത്താൻ കഴിയുന്നതാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഒരു സമ്മിശ്ര ഫലമാണ്. നിങ്ങൾക്ക് ആഗ്രഹിച്ച വിഷയങ്ങളിലൊക്കെ ഉപരിപഠനത്തിനൊക്കെ ചേരാൻ കഴിയുമെങ്കിലും ചില അലച്ചിലുകളൊക്കെ ഇതിനു വേണ്ടി വരുന്നതാണ്. അശ്രാന്ത പരിശ്രമം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിജയം കണ്ടെത്താൻ കഴിയുന്നതാണ്. വ്യവസ്ഥകൾ പാലിക്കുവാനായിട്ടൊക്കെ നിങ്ങൾ അശ്രാന്ത പരിശ്രമം ചെയ്യേണ്ടതായിട്ട് വരും. ചില വ്യവസ്ഥകൾക്കൊക്കെ വേണ്ടി നമ്മൾ ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യേണ്ടതായിട്ടും കാണുന്നുണ്ട്. നിങ്ങൾക്ക് ആത്മവിശ്വാസക്കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ഊഹക്കച്ചവടത്തിനൊന്നും നിൽക്കരുത്. കാരണം ചില ചിന്തകളൊക്കെ നിങ്ങൾക്ക് തെറ്റായി വന്ന് ഭവിക്കുന്നതാണ്. അതുകൊണ്ട് ഊഹക്കച്ചവടമൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ, ബ്രോക്കറിങ് അതുപോലെ റിയൽ എസ്റ്റേറ്റ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ അതൊന്ന് നോക്കി ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം ചെയ്യുക. നിങ്ങൾക്ക് ചില നിഷ്പ്രയാസം ചെയ്യേണ്ട കാര്യങ്ങൾക്കൊക്കെ ഒരു പരിശ്രമം കൂടുതൽ ആവശ്യമായിട്ട് വരുന്നുണ്ട്. നമ്മൾക്ക് പെട്ടെന്ന് കിട്ടുമെന്ന് തോന്നും, പക്ഷേങ്കിൽ അത് നീണ്ടു പോകുന്നതായിട്ട് നിങ്ങൾക്ക് ഒരു തോന്നലുണ്ടാവും. അത് നിങ്ങളുടെ മനസ്സിനെ മടിപ്പിക്കുവാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ മനസ്സ് മടിക്കേണ്ട കാര്യമില്ല. ചില സമയങ്ങളിൽ നമ്മളുടെ താരകാസ്ഥിതി കൃത്യമല്ല എങ്കിൽ നമ്മൾക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവുന്നതാണ്. അത് പെട്ടെന്ന് മാറുന്നതാണ്. അതിന് ഈശ്വര പ്രാർത്ഥന അത്യാവശ്യമാണ്. നിങ്ങൾ പറയുന്ന വാക്കുകളും ചിന്തിക്കുന്ന ആശയങ്ങളും ഒക്കെ തുടങ്ങിയവ മറ്റുള്ളവർക്ക് ഫലപ്രദമായിട്ട് തീരുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ആശ്ചര്യം അനുഭവപ്പെടുന്നതാണ്. ചിലപ്പോൾ നിങ്ങൾ ചുമ്മാ പറയുന്ന ചില ആശയങ്ങളൊക്കെ മറ്റുള്ളവര് അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും വിജയം വരിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ ചില ആശ്ചര്യമൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ്. നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ടുള്ള അറിവുകളുള്ള ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അതൊക്കെ പിന്നീട് നിങ്ങളുടെ മനസ്സിനൊരു വിഷമമായി മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ചെയ്യുമ്പോഴും നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഇതെല്ലാം നമ്മൾക്ക് പ്രാവർത്തികമാക്കാൻ കഴിയുന്നതാണ്. ചെയ്യാത്ത കുറ്റത്തിനൊക്കെ ചില അപവാദങ്ങളും അപരാധങ്ങളും ഒക്കെ കേൾക്കേണ്ടതായിട്ട് വരും. ഇതില് പ്രതികരിക്കാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതാണ് ഭാവിയിലേക്ക് നല്ലത്. നമ്മളുടെ വികാരത്തിന് അടിമപ്പെട്ട് ഇതിനെതിരെ പ്രവർത്തിക്കുകയും പ്രതികരിക്കുകയും ഒക്കെ ആണെങ്കിൽ നമ്മളുടെ ഊർജം നഷ്ടപ്പെടുകയും നമ്മളുടെ ബിസിനസ് അല്ലെങ്കിൽ തൊഴില് ഇതൊക്കെ അതിൽ നിന്നൊക്കെ നമ്മളുടെ ശ്രദ്ധ വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഔചിത്യമുള്ള പ്രവർത്തനത്തിന് അന്തിമ നിമിഷത്തിൽ നിങ്ങൾക്ക് ഫലമുണ്ടാകുന്നതാണ്.
മെയ് 25 ശേഷം സമയം കുറച്ച് അനുകൂലമായിട്ട് വരുന്നുണ്ട്. ഈ സമയത്ത് താരകാസ്ഥിതിയൊക്കെ നിങ്ങൾക്ക് അനുകൂലമായി വരുന്നുണ്ട്. ബിസിനസ്സിലൊക്കെ നേട്ടം ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ ഉദ്യോഗ കാര്യങ്ങൾക്കൊക്കെ ഒരു തീർപ്പ് ഉണ്ടാവുന്നതാണ്. നിങ്ങൾക്ക് ആഗ്രഹിച്ച ജോലിയിലൊക്കെ പ്രവേശിക്കാൻ ഈ സമയത്ത് കഴിയുന്നതാണ്. അതുപോലെ തന്നെ വിവാഹമാകാതിരുന്നവരുടെ വിവാഹകാര്യത്തിൽ ഒരു തീരുമാനമാക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടാൽ ഇതിന് തീർച്ചയായിട്ടും ഒരു ഫലം കണ്ടെത്താൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ ആരോഗ്യ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആരോഗ്യം മെച്ചപ്പെടുന്നുണ്ട്. ഈ സമയത്ത് വ്യായാമം ഒക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ്. അപ്പോൾ ചിത്തിര നക്ഷത്രക്കാരുടെ മെയ് മാസത്തെ 14 മുതൽ 31 വരെയുള്ള ഒരു ഫലം എടുക്കുകയാണെങ്കിൽ കൂടുതൽ ദോഷങ്ങൾ കാണുന്നുണ്ട്. ദോഷങ്ങൾ പക്ഷേ പ്രാർത്ഥനകൾ കൊണ്ട് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ അന്യമതസ്ഥരാണെങ്കിൽ അവരുടെ പ്രാർത്ഥനയിലും മതത്തിലും വിശ്വസിച്ച് മുന്നോട്ട് പോവുക. പ്രാർത്ഥന കൂടാതെ ഒരു ദിവസം പോലും മുന്നോട്ട് പോകാതിരിക്കുക എന്നുള്ളതാണ്. പോസിറ്റീവ് എനർജി ലഭിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. മെയ് 25 ശേഷം നിങ്ങൾക്ക് വളരെ നല്ലൊരു സമയമായിട്ടാണ് കാണുന്നത്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയോടെ പോവുക. ചിത്തിര നക്ഷത്രക്കാർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇത് ഒരു പൊതുവായിട്ടുള്ള ഫലമായതുകൊണ്ട് ചിത്തിര നക്ഷത്രത്തിൽ പിറന്നവർക്ക് എല്ലാവർക്കും ഇത് സ്വീകരിക്കാവുന്നതാണ്. നിങ്ങളുടെ ജന്മസമയം അനുസരിച്ച് ഇതിലെ ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുന്നതാണ്. എന്നിരുന്നാലും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇത് വന്ന് നിങ്ങൾക്ക് ഭവിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.